പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്ന് തിരിച്ചറിയുന്നത്, പല അറിവുകളും നമുക്കുണ്ട്, ചില തിരിച്ചറിവുകളിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ ആരോഗ്യ പ്രശ്നത്തെ സംബന്ധിച്ചാണ്. മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ ആരോഗ്യം. മനസ്സ് സമ്പുഷ്ടമാകണമെങ്കിൽ നിങ്ങളുടെ ശരീരം കൃത്യമായ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. നമ്മൾ കെയർ ചെയ്യാത്തതും നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ സംബന്ധിച്ചാണ്. നമ്മൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. നല്ല ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആ ശരീരത്തിൽ നല്ല മനസ്സുണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. കോവിഡ് ആനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയായി കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ കൃത്യതയോടുകൂടി ചില ഓർഗൻസിനെ ശ്രദ്ധിക്കാം. ഏറ്റവും വിലമതിക്കാൻ പറ്റാത്ത കോടികളുടെ വിലപിടിപ്പുള്ള സംവിധാനവുമായിട്ടാണ് നാം ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ അല്പം പോലും ഒരു ദിവസം പോലും അതിനെ ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനിന്ന് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ, പുറമേ നമ്മൾ ഉപയോഗിക്കുന്ന അവയവങ്ങളെയൊക്കെ സംബന്ധിച്ച്, അവയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായി ചില സൂചനകൾ തരികയാണ് അതിനെ പരിപാലിക്കാൻ. ഈ വീഡിയോ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, ഒരു 10 മിനിറ്റിനുള്ളിൽ കിട്ടുന്ന ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നാച്ചുറലി തന്നെ, പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ നമുക്ക് നല്ല ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. കോവിഡാനന്തരം ഏകദേശം 30% ആരോഗ്യ പ്രശ്നങ്ങൾ മുമ്പത്തേക്കാട്ടിലും കൂടിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ മരണം, പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നു, ഉള്ള രോഗങ്ങൾ അങ്ങേറ്റം എറൈസ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്നതിനാൽ ഉണ്ടാകുന്നതാണ്. ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലായിരിക്കും, കംപ്ലീറ്റ് കൊളാപ്സ് ആയിരിക്കും. അതിന് നിത്യജീവിതത്തിൽ തന്നെ നമുക്ക് വലിയ വിലയൊന്നും നൽകാതെ കണ്ടറിഞ്ഞ് ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും ചുറ്റുപാടുമുള്ള ചില സംഗതികളിലൂടെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ തലച്ചോറെന്ന് പറയുന്നതാണല്ലോ എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത്. ശരീര അവയവങ്ങളെ മാത്രമല്ല, ഭാവിയിൽ നമ്മൾ എന്താകണം എന്ന് പോലും നിർണയിക്കുന്ന അതിവിശിഷ്ടമായ വൈവിധ്യമുള്ള ഒരു ഡിവൈസാണ് തലച്ചോർ. അതിന്റെ ആരോഗ്യത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും വളരെ പ്രധാനമായിട്ടും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരൊറ്റ കാര്യമാണ്, അത് നല്ല ഉറക്കം എന്നുള്ളതാണ്. 8 മണിക്കൂറിൽ കുറയാതെ ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും ശക്തമായി മാറും. അതനുസരിച്ച് സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തുക ഓരോ ദിവസത്തെയും. ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് സർവ്വ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഓവർലോഡ് ബ്രെയിനിന് സഹിക്കേണ്ടി വരുന്നു. അതിലൂടെയാണ് തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ മാത്രമല്ല ശരീര അവയവങ്ങളെയും ജീവിതത്തെയും ബാധിക്കുന്നു. നമ്മൾ പണ്ട് നമ്മുടെ ബാങ്കിന്റെയൊക്കെ സംവിധാനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 മണി വരെ ആയിരിക്കും പ്രവർത്തന സമയം. അത് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കിനുള്ള സർവീസൊക്കെ അവിടെ നിർത്തും. പിന്നെ ഷട്ടറൊക്കെ ഇട്ട് ഒരു ഗേറ്റൊക്കെ അടച്ച് അകത്തുള്ള പ്രവർത്തനങ്ങൾ വൈകിട്ട് 6-7 മണി വരെ ഉണ്ടാവും. അപ്പം പുറമേ നിന്നുള്ള ഇൻടേക്ക് എല്ലാം അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നിർത്തിവെച്ചുകൊണ്ട് പിന്നീട് ബാക്കി ഒഫീഷ്യലായിട്ടുള്ള ഫംഗ്ഷനാണ് ബാക്കിയുള്ള ബഹുഭൂരിപക്ഷ സമയം നടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത ദിവസം പ്രവർത്തനം സുഗമമാകണം. അപ്പോൾ നമ്മുടെ തലച്ചോറ് നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിനെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും അകത്ത് പ്രവർത്തിച്ചുകൊണ്ട് കറക്റ്റ് ബാലൻസ് ചെയ്യണമെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചേ മതിയാവും. ഇത് നിങ്ങളുടെ ബ്രെയിനിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2 നമ്മുടെ കണ്ണുകളാണ്. നമ്മൾ ഈ ലോകത്തെ കാണുന്നതും ചുറ്റുപാടിനെ കാണുന്നതെല്ലാം കണ്ണുകൾ കൊണ്ടാണ്. കണ്ണുകൾ നല്ല കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിലും കാര്യക്ഷമത കിട്ടണമെങ്കിൽ എന്ത് വേണം? ഉറങ്ങുന്നതിന് മുമ്പ് കാൽവെള്ളയിൽ നല്ലതുപോലെ മസാജ് കൊടുക്കുക. കാൽവെള്ളയിൽ 2 കാലിന്റെ വെള്ളയിൽ നല്ലതുപോലെ മസാജ് ഒരു 5 മിനിറ്റെങ്കിലും കൊടുക്കുക. പറ്റിയാൽ ഓയിൽ മസാജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഇതിലൂടെ കണ്ണുകൾക്ക് തീക്ഷ്ണതയും ആരോഗ്യവും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി 3ാമത്തെ ചെവിയാണ്. ചെവി ശ്രവണേന്ദ്രിയം. കേൾവിക്കുറവുകളായിക്കോട്ടെ, അത് മുഖാന്തരമുള്ള ചെവിക്കുണ്ടാകുന്ന പല രോഗങ്ങളും അവിടെയൊക്കെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇതേപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് പല നേരങ്ങളിലും എല്ലാ സമയത്തൊക്കെ ചെവി ഇങ്ങനെ നല്ലതുപോലെ മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. 2 സൈഡും. അതും കുളിക്കുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ എണ്ണയിട്ട് പലപ്പോഴും നമ്മളിങ്ങനെ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ചെവിക്കുണ്ടാകാവുന്ന എല്ലാ ഇമ്മ്യൂണിറ്റി പവറിനെയും നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് മൂക്കാണ്. മൂക്കിലൂടെയാണല്ലോ നമ്മൾ ശ്വസിക്കുന്നത്. അല്ലെങ്കിൽ മൂക്കിലുണ്ടാകുന്ന തടസ്സങ്ങളായിക്കോട്ടെ, സൈനസിന്റെ പ്രശ്നങ്ങളൊക്കെ ആണ്. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും വലിയ ഔഷധമാണ് നമ്മുടെ തൊടിയിലൊക്കെ വളരുന്ന, മുറ്റത്തൊക്കെ നിർത്തുന്ന തുളസി എന്ന് പറയുന്ന സസ്യം. മെഡിക്കേറ്റഡ് ആയിട്ട് സസ്യമാണ്. ഒരു 3 തുളസി ഇലയെങ്കിലും എല്ലാ ദിവസവും ചവച്ചരച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ മൂക്ക് സംബന്ധമായിട്ടുള്ള ശ്വസന സംബന്ധമായിട്ടുള്ള ക്ലിയറൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് വായയാണ്, മൗത്ത്.
മൗത്തിലാണ് പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ വായ കഴിയുമെന്ന് പറഞ്ഞാലും ബാക്ടീരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് 2 or 3 പ്രാവശ്യം ഒരു ദിവസം ലൈറ്റ് വാം വാട്ടർ, ചൂടുവെള്ളത്തിൽ സ്വല്പം ഉപ്പ്, പ്രത്യേകിച്ച് കല്ലുപ്പാണ് ഏറ്റവും നല്ലത്, ആ സോൾട്ട് വാട്ടർ കവിൾ കൊണ്ട് ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളയുക എന്നുള്ളതാണ്. അപ്പം മൗത്ത് പോർഷനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ആരോഗ്യത്തോടെ അല്ല പോളിപ്സ് ഒക്കെ ഉണ്ടാകാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ തൊണ്ടയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശബ്ദം പുറത്തോട്ട് വരുന്നതും എല്ലാ അർത്ഥത്തിലും അവിടെ പല പല ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ആരോഗ്യപൂർണ്ണമായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് വിലപ്പെട്ട കേരളത്തിന് തന്നെ വരദാനമായിട്ടുള്ള കറുത്ത പൊന്ന് എന്ന് പറയപ്പെടുന്ന കുരുമുളക്. ഒരു 3 കുരുമുളക് നിങ്ങൾ വായിലിട്ട് ചവച്ച് ഇറക്കരുത്, ചവച്ച് അതിന് ഉമിനീര് കുറേശ്ശെയായിട്ട് ഇറക്കാൻ സാധിച്ചാൽ, ഇതൊക്കെ എല്ലാം കൂടെ ഒരു ദിവസം പലപ്പോഴും പല വേളകളിലായിട്ട് ചെയ്താൽ മതി. ഓരോ ഭാഗത്തെയും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യം നിർത്താൻ സാധിക്കുന്നു. അപ്പോൾ തൊണ്ടയ്ക്ക് ഒരു 3 കുരുമുളകുകൾ നമ്മൾ കടിച്ചു വെക്കുക, എന്നിട്ട് കുറേശ്ശെയായിട്ട് നമ്മുടെ സലൈവയിലൂടെ അത് കടത്തി വിട്ട് കഴിഞ്ഞാൽ തൊണ്ടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുക മാത്രമല്ല കൂടുതൽ ആരോഗ്യപൂർണ്ണമാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഹൃദയമാണ്. ഹൃദയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്കറിയാം, ഏറ്റവും വലിയ പമ്പ് റൂമാണ്. അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ളവർ. മറ്റൊന്ന് ധാരാളമായ രീതിയിൽ ഈ പറയുന്ന വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ വ്യായാമം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കൈകൾ നല്ലതുപോലെ ഇതേപോലെ വീശി ഒരു മിനിറ്റെങ്കിലും എല്ലാ ദിവസവും 2 കൈകളും ഇങ്ങനെ വീശി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാർട്ടിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കുറയും. മാത്രമല്ല ഒപ്പം ഒരു കാര്യം കൂടെ ആലോചിക്കണം, ഉപ്പ് കലർന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഉപ്പ് ഒഴിവാക്കുക എന്നുള്ളത് ഈ ഹൃദയത്തിന് ആരോഗ്യം കൂട്ടുന്നതിന് ഏറ്റവും സഹായിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്ക് അറിയാം, ലിവർ. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ വിഷാംശങ്ങളെയും വലിച്ചെടുക്കുന്ന ലിവറാണ്. ആ ലിവറിൽ അതിന് ലോഡ് കൊടുക്കാതിരിക്കുക, അവോയ്ഡ് ഈ പറയുന്ന ജങ്ക് ഫുഡുകളുടെ ഉപയോഗം, കൺസംഷൻ അത് കുറയ്ക്കുക, കഴിവതും ഇല്ലാതാക്കുക. പിന്നെ എക്സസ് ആയിട്ടുള്ള ഫുഡ്, പ്രത്യേകിച്ച് ഫാറ്റി ഫുഡുകളൊക്കെ കുറയ്ക്കുക. അതിന്റെ മിതമായ ആഹാരം നിലനിർത്തുമ്പോൾ മാത്രമേ ലിവറിനുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധ്യമാകുള്ളൂ എന്നുള്ളതാണ്. ഇതെല്ലാം വിലപിടിപ്പുള്ളതാണ്, അതാണ് ഏറ്റവും വലിയ രസം. ഇതിനെപ്പറ്റി നമ്മൾ ഒട്ടും കെയർ ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ആമാശയം, എന്ത് കഴിച്ചാലും കൊണ്ട് സംഭരിച്ചു വെക്കുന്ന ആമാശയമാണ്. അവിടെ കിടന്നിട്ടാണ് ബാക്കി പ്രോസസ് എല്ലാം നടത്തി ചെറുകുടലിലേക്ക് വിടുന്നത്. ആമാശയത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രതിരോധശക്തി കുറയാൻ തണുത്ത വെള്ളം ഹാബിറ്റായിട്ടുള്ള കുടിക്കുന്നവരുണ്ട്, അത് ശീലമാക്കിയിട്ടുള്ളവരുണ്ട്. കഴിവതും തണുത്ത വെള്ളം ഒഴിവാക്കുക. ഒപ്പം തന്നെ ഈ കൂടുതൽ അസിഡിറ്റി ഉണ്ടാകാവുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ എരിവ്, പുളി, മസാലകൾ, ഉപ്പ് കൂടുതലായിട്ടുള്ള ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും അതൊക്കെ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആമാശയങ്ങൾക്ക് പലവിധത്തിലുള്ള സിറോസും കാര്യങ്ങളും ഉണ്ടാകുന്നു. ആമാശയത്തിന്റെ ആരോഗ്യം പൂർണ്ണമായും നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ പരമാവധി അവോയ്ഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ലൈറ്റ് വാം വാട്ടറൊക്കെയാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്കറിയാം ചെറുകുടൽ. ഈ ആമാശയത്തിന് നേരിട്ട് ചെറുകുടലിലൂടെയാണുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ആമാശയത്തിൽ നിന്ന് പ്രോസസ് ചെയ്ത് വരുന്നതിനകത്താണ് കംപ്ലീറ്റ് ബ്ലഡിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളല്ല. അപ്പൊ അവിടെ കൂടുതലും ഈ മദ്യം എക്സസൈസ് കഴിക്കുന്നവരിലും ഒപ്പം തന്നെ നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുന്ന എണ്ണ കലർന്നിട്ടുള്ള പദാർത്ഥങ്ങളായിക്കോട്ടെ, പിന്നെ ആമാശയങ്ങൾക്ക് ദഹിപ്പിക്കാൻ പറ്റാത്ത വരുന്ന പല നേരത്തെ പറഞ്ഞ എരിവ്, പുളി, അതേപോലെയുള്ള മസാല കണ്ടൻസ് എല്ലാം ഈ ചെറുകുടലിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയാണ് വരുന്നത്. അവിടെ കെട്ടിക്കിടക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ അവിടെയൊക്കെ ക്യാൻസറസ് ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ കുടലിനെ സംബന്ധിച്ചുള്ള ആരോഗ്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും. പിന്നെ അടുത്ത ചെറുകുടൽ കഴിഞ്ഞാൽ പിന്നെ വൻകുടലാണ്. ഈ വൻകുടലിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ ഒഴിവാക്കാൻ നമുക്ക് സസ്യാഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, ഒപ്പം വെള്ളം ധാരാളം കുടിക്കുക. ഞാൻ പറയാനായിട്ട് മുമ്പ് സൂചിപ്പിക്കേണ്ടിയിരുന്ന ഒന്നായിരുന്നു നമ്മുടെ ലങ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ഫ്രീക്വന്റ് ആയിട്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്നൊരു കർത്തവ്യം ഉണ്ടല്ലോ. അത് ഒരു ദിവസം 2-2.5 ലിറ്ററെങ്കിലും നമ്മൾ വെള്ളം കുടിച്ചാൽ ലങ്സിന് മാത്രമല്ല ടോട്ടൽ ബോഡിയിൽ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകുന്നു. കൂടാതെ ഈ സ്മോക്കിംഗ് പോലുള്ളത് കമ്പൽസറി ആയിട്ടും ഒഴിവാക്കുക. ഇതെല്ലാം ലങ്സിന്റെ അറകളെ കണ്ടമാനം ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ലങ്സിന് ആരോഗ്യം കൂടുതൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നു. പിന്നെ വൻകുടലിനെ ഞാൻ പറഞ്ഞു ധാരാളം പച്ചക്കറികൾ കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ളത് ആണ് ആഹാരത്തിന് ശീലമാക്കുന്നതെങ്കിൽ അവിടെയും കൂടുതൽ ആരോഗ്യം നടത്താൻ സാധിക്കുന്നു. അപ്പം ഒപ്പം നമ്മുടെ ഈ പാങ്ക്രിയാസ് എന്ന് പറയുന്ന അവയവമുണ്ടല്ലോ, ഈ പാങ്ക്രിയാസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഷുഗറിനെ, ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്ന സംവിധാനമായതുകൊണ്ട് തന്നെ
നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധാരണ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് എല്ലാം, അല്ലെങ്കിൽ ചായയിലോ കാപ്പിയിലോ അല്ലാതെയോ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഷുഗർ നേരിട്ടുള്ള ആപ്ലിക്കേഷൻ ഒഴിവാക്കുക. ഒപ്പം നല്ല എക്സസൈസ് ഉണ്ടാകുക, നല്ല വ്യായാമം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പാൻക്രിയാസിനെ സംബന്ധിച്ച് പറഞ്ഞ്. പിന്നെ കിഡ്നിയാണ്. കിഡ്നി നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ളതായതുകൊണ്ട് തന്നെ കിഡ്നിക്ക് പകൽ വേളകളിൽ കഴിവതും ധാരാളം പ്യുവർ വെള്ളം, വാട്ടർ ഡ്രിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. 2.5-3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. അഡൽട്ടായിട്ടുള്ള ഒരാൾക്ക് 20 വയസ്സ് വരെയുള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളമെങ്കിലും അകത്ത് ചെന്നിരിക്കണം എന്നുള്ളതാണ്. അത് പിന്നെ കാലാവസ്ഥ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്താം. എന്നാലും 2.5-3 ലിറ്റർ വെള്ളമെങ്കിലും പകൽ വേളകളിൽ കഴിവതും കുടിച്ചിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് യൂറിനേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും, ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. അപ്പൊ ഞാനിന്ന് പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളെ പറ്റി ഓടിച്ചെന്ന് പരാമർശിച്ചു പോയി. ഇതെല്ലാം തന്നെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് പുറമേ നിന്ന് ഒരു മെഡിസിനും വാങ്ങാതെ ജീവിതശൈലിയിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? ഒന്ന് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.